കാലചക്രം കറങ്ങി വർഷങ്ങൾ പിന്നിട്ടു. ബഹുമാനപ്പെട്ട ആബിദായ സൂഫിയായ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ജുനൈദുൽ ബഗ്ദാദിയുടെ മനോമുഖരത്തിൽ ഹജ്ജ് ചെയ്യണം, ഹജ്ജ് നിർവഹിക്കണം, കഅബത്തുങ്കൽ ചെല്ലണം, ഒരു ഉംറ നിർവഹിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ ബാഗ്ദാദിൽ നിന്ന് യാത്രാ ചെലവിനുള്ള വസ്തുക്കളും അതുപോലെ തന്നെ യാത്രയിൽ ആവശ്യമായ സർവ്വസന്നാഹങ്ങളുമായിട്ട് ജുനൈദുൽ ബഗ്ദാദി മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദീർഘദൂരത്തെ യാത്രയ്ക്കൊടുവിൽ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി മക്കയിൽ എത്തി എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, മക്കയിൽ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ അന്നില്ല. മക്ക എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന കഅബ, ആ കഅബയുടെ ചുറ്റുഭാഗം ഒരു കൊച്ചു പള്ളിയായിരുന്നു അന്ന്. ആ പള്ളി പരിസരത്ത് ഖൈമകളിലും ടെന്റുകളിലുമായിരുന്നു ജനങ്ങൾ താമസിച്ചിരുന്നത്. ഇന്നത്തെ പോലെയുള്ള പടുകൂറ്റൻ ബിൽഡിങ്ങുകളില്ല, വലിയ വലിയ ഹോട്ടലുകളില്ല, റൂമുകളില്ല, സൗകര്യങ്ങളില്ല. ചെറിയ ചെറിയ ഖൈമകളിലും ടെന്റുകളിലും കുടിലുകളിലുമായിരുന്നു അന്ന് മക്കത്ത് ഉംറക്ക് പോയവരും ഹജ്ജിന് പോയവരൊക്കെ താമസിച്ചിരുന്നത്. ശ്രദ്ധിച്ചോണേ, പകലന്തിയോളം ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി വ്രതമനുഷ്ഠിക്കും, നോമ്പനുഷ്ഠിക്കും, രാത്രി കാലങ്ങളിൽ ഇബാദത്തിലായി ജീവിക്കും. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ നാളുകളേറെ കഴിച്ചുകൂട്ടി. ശ്രദ്ധിക്കണേ, ഹജ്ജൊക്കെ കഴിഞ്ഞു, വീണ്ടും ഖൈമയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പകൽ സമയത്ത് നോമ്പാണ്, രാത്രി കാലങ്ങളിൽ ഇബാദത്താണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അത്ഭുതം നടക്കുകയാണ്. എന്താണ് അത്ഭുതമെന്നല്ലേ? നോമ്പും പിടിത്താവർ നാളും കഴിത്തല്ലോ, നാദനിൽ ഏറ്റം വണങ്ങി കഴിഞ്ഞല്ലോ, നാളൊന്നിൽ മങ്ക ഒരുത്തി ആണഞ്ഞാനേ, നായൻ വലിയോരെ നോക്കി പറഞ്ഞാനേ, നോമ്പും പിടിത്തവർ നാളും കഴിത്തല്ലോ, നാഥനിൽ ഏറ്റം വണങ്ങി കഴിഞ്ഞല്ലോ, നാളും നിൽമങ്ക ഒരുത്തി ആണഞ്ഞാനേ, നായൻ വലിയോരെ നോക്കി പറഞ്ഞാനേ. നോമ്പ് തുറക്കാന് ഇന്ന് അണയേണം, നോക്കൂ ആ ഖൈമയ്ക്ക് നേരെ നിങ്ങളും എത്തേണം. നോമ്പ് തുറക്കാനായിട്ട് നിങ്ങൾ അണയേണം, നോക്കൂ ആ ഖൈമയ്ക്ക് നേരെ നിങ്ങളും എത്തേണം. വാക്ക് പറഞ്ഞവർ പോയി മറഞ്ഞല്ലോ, വലിയോർ നിമിഷവും അന്ന് കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ടവർ പകൽ സമയത്ത് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഖൈമയ്ക്കകത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്. ആ സമയത്ത് ഒരു മുഖമൂടി ധരിച്ച്, ഒരു പർദ ധരിച്ച്, പൂർണ്ണ ഔറത്ത് മറച്ച് ഒരു സ്ത്രീ രൂപം, ശ്രദ്ധിക്കുക, ഒരു സ്ത്രീ രൂപം ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുടെ ഖൈമയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. പൂർണ്ണമായ ഔറത്ത് മറച്ചിട്ടുണ്ട്, മുഖം ഹിജാബ് കൊണ്ട് മൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ഓതിക്കൊണ്ടിരിക്കുന്ന ജുനൈദുൽ ബഗ്ദാദി ഒരു നോട്ടം നോക്കുമ്പോൾ ആ സ്ത്രീ പതുക്കെ ഖൈമയുടെ മുമ്പിലേക്ക് നടന്നു വന്നു. അടുത്തെത്തിയപ്പോ ആ സ്ത്രീ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പ് തുറക്കാൻ നിങ്ങൾ ആ കാണുന്ന ഖൈമ, അതെന്റെ ഖൈമയാണ്. ആ ഖൈമയിലേക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കാനാണ് വന്നത്. എന്റെ ഈ എളിയ ക്ഷണം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയോട് ആ സ്ത്രീ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ ക്ഷണം സ്വീകരിക്കുക എന്നത്? ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത് പ്രവാചകന്റെ ചര്യയല്ലേ? പോകാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയമായി, നോമ്പ് തുറക്കാനുള്ള സമയമായി. അതാ
ജുനൈദുൽ ബഗ്ദാദി ആ സ്ത്രീ ചൂണ്ടിക്കാണിച്ച ഖൈമയുടെ അടുത്തേക്ക് നോമ്പ് തുറക്കാനുള്ള ലക്ഷ്യത്തോടെ ഉദ്ദേശത്തോടുകൂടെ ജുനൈദുൽ ബഗ്ദാദി ആ ഖൈമയ്ക്ക് മുമ്പിലെത്തി. ഖൈമയുടെ മുമ്പിൽ നിന്ന് ശബ്ദം നനക്കി. ഈ ഖൈമയ്ക്കകത്ത് ആരുമില്ലേ? ഖൈമയുടെ ഉള്ളിൽ ആരുമില്ലേ? കഴിഞ്ഞന്ന് ഓരോപത് അടുത്തുള്ള തരമതിൽ വലിയൊരു നടന്നിടുന്നല്ലോ ഹൈമ. അടുത്തെത്തി ഓരോരുത്തനും അവിടത്തിൽ കനിന്തില്ല, ചിന്തകൾ പെരുകിടുന്നല്ലോ. വഖ്തത് അടുത്തപ്പോൾ മണി മങ്കാണഞ്ഞേ, പെരിയോനിൽ ഇരുകരം നീട്ടുന്നവർ പറഞ്ഞേ. വലിയായ ജുനൈദന്റെ നിലവ് പോലണഞ്ഞേ, വലിയോർക്ക് കൊടുത്തിടത്തോളം വേണം പരനെ. അജബാൽ ഭക്ഷക തണി കാണഞ്ഞല്ലോ, പല പല വിഭവം മുന്നിൽ വന്ന് നിരന്നല്ലോ. ഘോഷിയാൽ നോമ്പവർ തുറന്നിടുന്നേ, അത്ഭുതം നിറഞ്ഞിടുന്നേ. കഴിഞ്ഞെന്ന് അടുത്തുള്ള തരമതിൽ വലിയൊരു നടന്നിടുന്നല്ലോ ഹൈമ. അടുത്തെത്തി ഒരുത്തനും അവിടമിൽ കനിന്തില്ല, ചിന്തകൾ പേരുത്തിടുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമായി. ബഹുമാനപ്പെട്ടവർ ആ സ്ത്രീ ചൂണ്ടിക്കാണിച്ച ഹൈമയുടെ മുമ്പിൽ ചെന്നു നിന്നു. ആ വീടിനകത്ത് ആളനക്കോ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉടലെടുത്തു. പടച്ചവനെ എന്തിനാണ് ക്ഷണിച്ചിരിക്കുന്നത്? എന്താ ഈ ഹൈമയ്ക്കകത്ത് നിന്ന് ശബ്ദം കേൾക്കാത്തത്? നോമ്പ് തുറക്കാനാണല്ലോ എന്നെ ക്ഷണിക്കത്, എവിടെയാണ് ആ പെണ്ണ് എന്നിങ്ങനെ ചിന്തിച്ച് പുറത്തു നിൽക്കുമ്പോഴാണ് അതാ പുറത്തു നിന്ന് ആ സ്ത്രീ പതുക്കെ പതുക്കെ നടന്നു വരുന്നു. ആ സ്ത്രീ തന്നെയല്ലേ എന്നെ ക്ഷണിച്ചത്? അറിഞ്ഞൂടാ. മുഖം പൂർണ്ണമായി മൂടിയിട്ടുണ്ട്, ശരീരം പൂർണ്ണമായി മൂടുന്ന പർദ ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി അവിടെ നിൽക്കുമ്പോ ആ പെൺകുട്ടി പതുക്കെ വന്നു ഹൈമയിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി അകത്തേക്ക് കയറിയിരിക്കാം. ബഹുമാനപ്പെട്ടവർ അകത്ത് കയറിയിരുന്നു. അവിടെ ഒരു ഭക്ഷണത്തിന്റെ വാസനയോ ഒരു നോമ്പ് തുറക്കുന്നതിന്റെ തയ്യാറെടുപ്പോ അതിന്റെ അകത്ത് കാണുന്നില്ല. ഹൈമക്കകത്തില്ല. ഒരു ഭക്ഷണപ്പൊതിയോ അതല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ മണമോ രുചിയോ ഒന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല. ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, ഇത് എന്തെങ്കിലും വേറെ കേസ് കിട്ടായിരിക്കോ? ഇതിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് മഗ്രിബിന്റെ ബാങ്കിന്റെ അലയലുകൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. മക്കയിലെ പള്ളിയിൽ നിന്ന് ഉയർന്നു കേട്ടപ്പോൾ ആ പെൺരൂപം അള്ളാഹുവിലേക്ക് കൈകൾ അങ്ങോട്ട് ഉയർത്തി പിടിച്ചിട്ട് റബ്ബിനോട് പറയുന്നു, പ്രപഞ്ചനാഥ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിയിട്ടിട്ട് നിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ എന്റെ അതിഥിയാണ് അല്ലാ. അതുകൊണ്ട് എന്റെ അതിഥിയെ എനിക്ക് നോമ്പ് തുറപ്പിക്കാൻ എനിക്ക് ഭക്ഷണം തന്ന് സഹായിക്കണമേ തമ്പുരാനേ. അല്ലാഹുവിനോടാണ് ദുആ, അല്ലാഹുവിനോടാണ് ദുആ. പ്രിയപ്പെട്ടവരെ, സൂറത്തു മറിയമിൽ കാണാം, കണ്ടില്ലേ നിങ്ങൾ? അല്ലാഹുവിനോട് മറിയം ബീവി റളിയല്ലാഹു അൻഹാ ആത്മാർത്ഥമായി ഭക്ഷണം ചോദിക്കുമ്പോ റുതബൻ ജനിയ, അതേ ആ സ്വർഗീയ വിഭവങ്ങൾ, ഈത്തപ്പഴങ്ങള്, പഴുത്തതും പഴുപ്പാകാറായതുമായ ഈത്തപ്പഴങ്ങൾ അല്ലാഹു ഇറക്കി കൊടുക്കുകയാണ്. ചരിത്രം നമുക്കറിയാം, മറിയം ബീവിയുടെ ചരിത്രം. മറിയം ബീവിക്ക് റുതബൻ ജനിയ ഖുർആൻ പറഞ്ഞു സൂറത്തു മറിയമിലൂടെ. പഴുപ്പായതും പഴുപ്പാകാറായതുമായ പഴങ്ങളെ കൊടുത്ത് സ്വർഗീയ വിഭവങ്ങൾ കൊടുത്തു മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. ഇവിടെ ആ സ്ത്രീ രണ്ട് കൈകളും റബ്ബിലേക്ക് ഉയർത്തിയിട്ട് പറയുകയാണ്, വഖ്തത് അണഞ്ഞപ്പോൾ മണി മങ്ക അണഞ്ഞേ, പെരിയോനിൽ ഇരുകാരം നീട്ടി അവൾ പറഞ്ഞേ, വലിയായ ജുനൈദന്റെ മാനം പോലെയാണഞ്ഞേ, വലിയോർക്ക് കൊടുത്തിടാൻ ത്വാം വേണം പറഞ്ഞേ. അജബാൽ ഭക്ഷണ തലികയണഞ്ഞല്ലോ, പല പല വിഭവം മുന്നിൽ വന്നു നിരന്നല്ലോ. അത് കൊണ്ട് നോമ്പവർ തുറന്നിടുന്നേ, അത്ഭുതം നിറഞ്ഞൊഴുകുന്നേ. ഇവിടെ അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുത്തു, ഭക്ഷണം ഇറക്കി കൊടുത്തു. അങ്ങനെ നോമ്പ് തുറന്നു. നേരെ ശ്രദ്ധിക്കുക, നോമ്പ് തുറന്നു.
യാത്ര പറയാൻ പോവാണ്. യാത്ര പറയാൻ പോകും. ആരാ എന്നെ ക്ഷണിച്ചത്? ഏതാണ് ഈ സ്ത്രീ? ഇതൊന്നും അറിഞ്ഞൂടാ. ബഹുമാനപ്പെട്ടവര് യാത്ര പറയാൻ പോവുകയാണ്. ജുനൈദുൽ ബഗ്ദാദി യാത്ര പറയാൻ പോകുമ്പോൾ മുഖത്ത് മൂടപ്പെട്ട ഹിജാബ് പൊക്കിയിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, എന്നെ നിങ്ങൾക്കറിയോ? എന്നെ നിങ്ങൾ അറിയോ? ഇമാൻ തുളുമ്പുന്ന പ്രകാശമുള്ള ആ നല്ല ഭംഗിയുള്ള മൊഞ്ചുള്ള മുഖത്തേക്ക് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി നോക്കുമ്പോൾ അതേ അതേ വേശ്യയായ ആയിരക്കണക്കിന് പുരുഷന്മാരുമായി ലൈംഗികാസ്വാദനത്തിൽ അകപ്പെട്ട് വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ച ഷഅബാന എന്ന് പറഞ്ഞ് ആഴക്കടലിലേക്ക് എടുത്തു ചാടിയ ഷഅബാനത്താണ് നിൽക്കുന്നത്. പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഷഅബാന? അതെ, ഞാൻ ഷഅബാനത്ത് തന്നെയാണ്. എന്റെ ജീവിതം ആ ആഴക്കടലിലേക്ക് ഞാൻ ആ ചാടിയതിന്റെ ശേഷമുള്ള ജീവിതം എന്തായിരുന്നു? പിരിഞ്ഞ് പിന്നണഞ്ഞു ഞാൻ ഓരോ ദ്വീപ് അവിടത്തിൽ ഏകയായി കഴിന്താനേ റബ്ബിൽ പിഴവിന് തൗബയാൽ മാനം നൊന്ത് കരഞ്ഞേറെ രാപ്പകൽ ഇരുന്നാനേ അവിടം രാപ്പകൽ ഇരുന്നാനേ. പിരിഞ്ഞ് പിന്നണഞ്ഞു ഞാൻ ഓരോ ദ്വീപ് അവിടത്തിൽ ഏകയായി കഴിന്താനേ റബ്ബിൽ പിഴവിന് തൗബയാൽ മാനം നൊന്ത് കരഞ്ഞേറെ രാപ്പകലിരുന്നാനേ അദാബിനെ ഓർത്ത് കരഞ്ഞാനേ. അപ്പോൾ മോക്ഷമത് റബ്ബ് എന്നിൽ കനിഞ്ഞു, ഇരയോന്റെ തിരുദൂരാൽ മനസകം നിറഞ്ഞു. അപ്പോൾ മോക്ഷമത് റബ്ബ് എന്നിൽ കനിഞ്ഞു, ഇറയോന്റെ തിരുനൂറ മനസകം നിറഞ്ഞു. ഇലാഹിന്റെ സാവീതത്തിൽ ഇവൾ ചെന്ന് ഇരുന്ന് പറഞ്ഞത് ശരിയാണ്, റബ്ബിന്റെ ജമാലത് വലുതാണ്. ഉലകിൽ സകലതും ഒഴുത്തതിൽ ലയിക്കുവാൻ കഴിഞ്ഞെന്നാൽ അനുഭൂതി പെരുത്താണ്, വർണ്ണിക്കാൻ കഴിവില്ല വിധമാണ്. പിന്നണഞ്ഞു ഞാൻ ഒരു ദ്വീപ് അവിടത്തിൽ ഏകയായി കഴിന്താനേ റബ്ബിൽ പിഴവിന് തൗബയാൽ മാനം നൊന്ത് കരഞ്ഞേറെ രാപ്പകൽ ഇരുന്നാനേ രാപ്പകൽ ഇരുന്നാനേ. ജുനൈദുൽ ബഗ്ദാദിയോട് ജീവിതത്തിൽ സംഭവിച്ച ഓരോ കഥകളും ഓരോ ഘട്ടങ്ങളും പറഞ്ഞുകൊടുത്തു. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നോണം ആ തിരമാലകൾ എന്നെ തട്ടി കൊണ്ടുപോയത് പക്ഷി പറവാദികൾ മാത്രം അധിവസിക്കുന്ന ഒരു ദ്വീപിലേക്കാണ്, ജസീറത്തിലേക്കാണ്. ഒറ്റപ്പെട്ട മനുഷ്യനായി ഞാൻ മാത്രമായിരുന്നു ആ ദ്വീപിലുണ്ടായിരുന്നത്. ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് തൗബ ചെയ്ത് നിറക്കണ്ണുകളോടുകൂടി 1000 തവണയല്ല 10,000 തവണ റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ ഇരുന്നപ്പോൾ മോക്ഷമത് റബ്ബ് എന്നിൽ കനിഞ്ഞു, ഇറയോന്റെ തിരുനൂറാൽ മനസകം നിറഞ്ഞു. ഇലാഹിന്റെ സവിധത്തിൽ ഇവൾ ചെന്ന് അണഞ്ഞു, പറഞ്ഞത് ശരിയാണ്, റബ്ബിന്റെ ജമാലത് വലുതാണ്. ഉലകിൽ സകലവും ഒഴിത്തന്ന് ലയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അനുഭൂതി പെരുത്താണ്, വർണ്ണിക്കാൻ കഴിയാത്ത വിധമാണ്. ബഹുമാന്യരെ, ശരിയാണ്, അള്ളാഹുവിന്റെ ജമാലിയത്തിനെ ഓവർടേക്ക് ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു സൗന്ദര്യം ഇല്ല എന്ന് അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു, അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ഇതെല്ലാം കേട്ട് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിന്റെ ശേഷം ആ മുഖത്തേക്ക് വീണ്ടും ഹിജാബ് അതാ മുഖമൂടിയിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് 2 കൈകളും പൊക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, എന്നെ പടച്ച നാഥ, കാരുണ്യത്തിന്റെ നിറകുടമായ റബ്ബേ, ഈ പാവപ്പെട്ട ഷഅബാനയുടെ മനസ്സിലെ അവസാനത്തൊരാഗ്രഹം ഞാൻ നിന്നോട് പറയുകയാ. ഏറെ പീരിശം എൻ്റെ കൽവിൽ നിറഞ്ഞുവല്ലോ, അങ്ങേ നളർത്തിടുവാൻ കൊതിയും പെരുത്തുവല്ലോ. ഇന്ന് നിനവതല്ല റബ്ബ്
സഫലമാക്കി ഇന്ന് ദീനവതെല്ലാം റബ്ബ് സഫലമാക്കി ഇനിയും കോതി ഒന്നില്ല താണി കരവും പൊക്കി അവരെ ഹക്കാൽ കരുണ ചോരിച്ചിടണേ തരുളിയെന്നും നാദാ തുണച്ചിടണേ. അല്ലാഹുവിലേക്ക് രണ്ട് കൈകളും പൊക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, എന്റെ ജീവിതം ഹിദായത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചുകൊണ്ട് എന്റെ ജീവിതം തിരിച്ചുവിട്ട മഹാന്യരായ ജുനൈദുൽ ബഗ്ദാദിയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ ഇഷ്ടപ്പെട്ട, ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോടൊരു കാര്യം പറയുക. ഇനി എനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ അലങ്കാരം കാണണ്ട റബ്ബേ, ഈ ജീവിതം എനിക്ക് ഇനി വേണ്ട റബ്ബേ. അതുകൊണ്ട് എന്നെ ഹിദായത്തിന്റെ വഴിയിലേക്ക് പ്രവേശിപ്പിച്ച ജുനൈദുൽ ബഗ്ദാദിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ ആത്മാവിനെ നീ ചോദിക്കണം റബ്ബേ, എന്റെ റൂഹ് നീ പിടിക്കണം റബ്ബേ. പറഞ്ഞു തീരുമ്പോഴേക്ക് ആ പെൺകുട്ടിയുടെ തൊണ്ട വരണ്ടു, നെറ്റിത്തടം കുനുകുനാ വീർത്തു, ശരീരം തളർന്നു, ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു കിടന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു ഷഹാദ ചൊല്ലി ജുനൈദുൽ ബഗ്ദാദിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ പെൺകുട്ടി എന്നേക്കുമായി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബേ അവരെ ഹക്കാൽ കരുണ ചോരിച്ചിടണേ റഹ്മത്തരുളിയെന്നും നാദാ തുണച്ചിടണേ. എന്നേക്കുമായി ജുനൈദുൽ ബഗ്ദാദിയുടെ മുമ്പിൽ വെച്ച് ശഅബാനത്ത് ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ മെസ്സേജ് എന്താ? ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞ പാഠം എന്താ? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് പടച്ചവനോട് നിങ്ങൾ പ്രായശ്ചിത്തം നടത്തണം. ചെയ്തു പോയ പാപത്തെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ പ്രൊട്ടക്ഷൻ, പ്രാർത്ഥനയാണ്. മുസ്തഫായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം, മടിക്കണ്ട. ഏതു വിഷമഘട്ടങ്ങളും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പ്രാർത്ഥന. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞ പാഠം, എത്ര വലിയ പാപം ചെയ്തവർക്കും തൗബ കൊണ്ട് പരിഹാരമുണ്ട്. അള്ളാഹു ബഹുമാനിച്ച ആളുകൾക്ക് നാളെ പാരത്രിക മോക്ഷം ലഭിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചരിത്രം. ഈ ചരിത്രം പറഞ്ഞതും കേട്ടതും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അത്ഭുതക്കപ്പൽ എന്ന അതിമഹത്തായ ചരിത്രത്തിനും ഇവിടെ തിരശീല വീഴുകയാണ്.